ഇംഗ്ലണ്ടിനെതിരായ 4 T20 മത്സരങ്ങളിൽ 9 വിക്കറ്റിന്റെ കടുത്ത പരാജയം ഏറ്റുവാങ്ങിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരമ്പരയും കൈവിട്ടിരിക്കുകയാണ്. ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് പിന്നീടുള്ള 3 മത്സരങ്ങളിലും തുടർച്ചയായി തകർപ്പൻ വിജയം നേടിയാണ് ആതിഥേയരായ ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കിയത്. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് നിശ്ചിത ഓവറിൽ 158 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഒരു വശത്ത് വിക്കറ്റുകൾ തുടരെ വീണപ്പോഴും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഒറ്റയാൾ പോരാട്ടവുമായി ഇന്ത്യൻ ഇന്നിംഗ്സിനെ മുന്നോട്ട് നയിച്ചു. 49 പന്തുകളിൽ നിന്ന് 5 സിക്സറുകളും 4 ഫോറുകളും ഉൾപ്പെടെ 80 റൺസ് അടിച്ചുകൂട്ടിയ നായകന്റെ പ്രകടനം മാത്രമാണ് ഇന്ത്യൻ നിരയിൽ എടുത്തു പറയാനായിട്ടുണ്ടായിരുന്നത്. എന്നാൽ മുൻനിര ബാറ്റ്സ്മാൻമാർക്ക് ഈ മികച്ച അടിത്തറ മുതലാക്കാൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് വെടിക്കെട്ട് ബാറ്റിംഗ് പ്രതീക്ഷിച്ചെത്തിയ യുവതാരം വൈഭവ് തുടർച്ചയായ 3-ാം മത്സരത്തിലും ചെറിയ സ്കോറിന് പുറത്തായി നിരാശപ്പെടുത്തി. ബാറ്റിംഗ് നിരയിലെ ഈ കടുത്ത തകർച്ച ഇന്ത്യയെ കൂറ്റൻ സ്കോർ നേടുന്നതിൽ നിന്നും തടയുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 159 റൺസ് എന്ന വിജയലക്ഷ്യം ഒട്ടും പതറാതെയാണ് പിന്തുടർന്നത്. ഇന്ത്യൻ ബൗളർമാരെ പൂർണ്ണമായി നിഷ്പ്രഭമാക്കിക്കൊണ്ട് വെറും 13.5 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി അവർ ലക്ഷ്യം കണ്ടു. പുറത്താകാതെ 79 റൺസ് നേടി ഇംഗ്ലണ്ടിന്റെ വിജയശില്പിയായ ഹാരി ബ്രൂക്കും 59 റൺസോടെ മികച്ച പിന്തുണ നൽകിയ ഫിൽ സാൾട്ടും ചേർന്നാണ് ആതിഥേയർക്ക് തകർപ്പൻ ജയം സമ്മാനിച്ചത്. ഇംഗ്ലണ്ട് ഓപ്പണർമാരെ കാര്യമായി പരീക്ഷിക്കാൻ പോലും ഇന്ത്യൻ ബൗളിംഗ് നിരയ്ക്ക് സാധിച്ചില്ല എന്നത് പരാജയത്തിന്റെ ആഴം കൂട്ടി. അതേസമയം തുടർച്ചയായ തോൽവിക്കിടയിലും മലയാളി താരം സഞ്ജു സാംസണെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താതിരുന്നതിനെ സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനവും പ്രതിഷേധവുമാണ് ഉയരുന്നത്. മുൻ മത്സരങ്ങളിൽ ബാറ്റിംഗ് നിര പരാജയപ്പെട്ടിട്ടും സഞ്ജുവിനെ പോലൊരു മാച്ച് വിന്നറെ പുറത്തിരുത്താൻ മാനേജ്മെന്റ് കാണിച്ച തീരുമാനത്തെ ആരാധകർ ചോദ്യം ചെയ്യുമ്പോൾ തോറ്റിട്ടും തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ ഇന്ത്യൻ ടീം തയ്യാറാകുന്നില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ക്രിക്കറ്റ് ലോകത്തു നിന്നും വരുന്നത്.